ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മുടെ SBI IBPS ക്ലർക്ക് സീരീസിൻ്റെ 5ാമത്തെ ക്ലാസ്സിൽ നിന്ന് വരുന്നത്. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ എന്താ പറയുക യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കേട്ടു, നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇനി അങ്ങോട്ട് പോകണം. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എത്ര ദിവസമുണ്ട് ഈ SBI ക്ലർക്കിന്? 20ാമത്തെ അല്ലേ, സെപ്റ്റംബർ 20-നല്ലേ? 14 ദിവസം. 14 ഉണ്ടോ? 12 ദിവസമല്ലേ ഉള്ളൂ, 11 ദിവസമേ ഉള്ളൂ നമുക്കിനി. അപ്പോൾ ഇത്രയും ദിവസം നമ്മുടെ മുന്നിലുള്ളൂ. നമ്മൾ എന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങിയതാ? ഞാൻ 20 ദിവസം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി, എനിക്ക് ലാസ്റ്റ് ഓർമ്മയുണ്ട്. പെട്ടെന്നാല് ദിവസങ്ങൾ പോകുന്നത്. ഇതുപോലെ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും നമ്മൾ വിചാരിക്കുന്ന പോലല്ല, നമ്മുടെ കൈകളിലല്ല സമയം, ടൈം എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു എന്താ സ്റ്റേജ് അല്ലേ, നമ്മുടെ ഈ കത്തി നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ടൈം. ഒരു സമയം പോലും ആരും കളയരുത്. നല്ല എവിടെ നിന്നൊക്കെ പഠിക്കാൻ പറ്റും അവിടെ നിന്നൊക്കെ പഠിക്കുക. ചിലപ്പോൾ എവിടെ നിന്നെങ്കിലും നിങ്ങൾ പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ അന്ന് ഞാൻ ഇവിടുന്ന് പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. ഈ വരുന്ന സീരീസിലെ എല്ലാ ക്വസ്റ്റ്യൻസും പ്രോപ്പർ നമ്മുടെ എക്സാമിന് വരുന്ന ടൈപ്പ് പാറ്റേൺ തന്നെ ആയിരിക്കും. അതിപ്പോൾ ചെയ്ത ആൾക്കാർ നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുന്നുണ്ട്, റെഗുലറായിട്ട് കാണുന്ന ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് വരുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ പ്രചോദനവും. അപ്പോൾ ഇനി വരുന്ന 11 ദിവസം ഉണ്ടെങ്കിലും 11 ദിവസം നിങ്ങൾക്ക് ഞാൻ ക്വാളിറ്റി കണ്ടന്റ് തരുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമുക്കിനി IBPS ക്ലർക്ക് വരുന്നുണ്ട്, RRB ക്ലർക്ക് വരുന്നുണ്ട്, RRB PO വരുന്നുണ്ട്. അതിൻ്റെ എല്ലാ എക്സാംസും നമുക്ക് ക്രാക്ക് ചെയ്യണം, ഇൻക്ലൂഡിങ് മെയിൻസ്. അതാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. പ്രിലിംസ് മാത്രമല്ല, മെയിൻസിന് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് തരുന്നതായിരിക്കും. ലോജിക്കൽ DAസും കണ്ടീഷണൽ ക്വസ്റ്റ്യൻസ്, വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഒരു പൂരപ്പറമ്പായിരിക്കും നമ്മുടെ സീരീസ് എന്ന് പറയുന്നത്. നോക്കിയാണല്ലോ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ നല്ല ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. കാര്യം അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് ലാസ്റ്റ് ഒരു 2 വർഷം ചോദിച്ചിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടഫായിട്ടുള്ള ഷിഫ്റ്റിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. കാര്യം നമ്മളൊരു ലാസ്റ്റ് 2 വർഷത്തെ ഷിഫ്റ്റുകൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ടൈപ്പ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ട് അല്ലെങ്കിൽ മോക്ക് എഴുതുന്ന ആൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻസ് അല്ലേ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ബേസിക് ഇട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ട്രിക്കൊക്കെ പറഞ്ഞുതരാം, ചെയ്തു തുടങ്ങാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ റേഷ്യോ ഓഫ് ദി ലെങ്ത് ടു ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് എത്ര വന്നിരിക്കുന്നത്? 3:2 അല്ലേ വന്നിരിക്കുന്നത്? ലെങ്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും ഒരു റെക്ടാംഗിളിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 3:2. ആൻഡ് ദ ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാംഗിൾ ഈസ് 20% മോർ ദാൻ ദാറ്റ് ഓഫ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ ക്ലാസ്സിൽ നമുക്ക് ഇന്റർ കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാം. മെൻസുറേഷനിൽ അല്ലെങ്കിൽ 2D 3Dയിൽ ഇന്റർ കണക്ട് ചെയ്ത് വരുന്ന 2 ഫിഗേഴ്സിനെ കണക്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നോക്കാം. ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ എത്ര വന്നിരിക്കുന്നത്? 200 സെന്റിമീറ്റർ അല്ലേ വന്നിരിക്കുന്നത്? Then find the area of the rectangle. നമുക്ക് ആരുടെ കണ്ടുപിടിക്കണ്ടേ? റെക്ടാംഗിളിന്റെ ഏരിയയിലെ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് നോക്കാം. റേഷ്യോ ഓഫ് ലെങ്ത് ടു ബ്രെഡ്ത്ത് എത്ര നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ പറഞ്ഞ എത്ര? 3:2 അല്ലേ തന്നിരിക്കുന്നത്? അത് ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. പിന്നെ പറഞ്ഞിട്ടുണ്ട് റെക്ടാംഗിൾ ഈസ് 20% മോർ ദാൻ എന്തിൻ്റെയാ? ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാംഗിൾ ഈസ് 20% മോർ ദാൻ ദാറ്റ് ഓഫ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ബ്രെഡ്ത്തിൻ്റെയും അതേപോലെ സൈഡ് ഓഫ് ദി സ്ക്വയർ നമ്മൾ A കൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ 20% മോർ ദാൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 20%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ നിങ്ങൾ പറഞ്ഞ എത്ര? 1/5 അല്ലേ? 20% മോർ ആകുമ്പോൾ എത്ര വരും? 6/5 അല്ലേ? അതിനർത്ഥം എത്രയാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ 6 എന്ന് പറഞ്ഞ എന്തായിരിക്കും? ബ്രെഡ്ത്ത് ആയിരിക്കത്തില്ലേ? ആണല്ലോ. 5 എന്ന് പറഞ്ഞ എന്താ? സൈഡ് ഓഫ് ദി സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് റേഷ്യോ കിട്ടി. എത്ര കിട്ടി? 5ഉം അതേപോലെ ബ്രെഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ വാല്യൂ എത്ര കിട്ടി? 6ഉം കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ഈ റേഷ്യോനെ മേർജ് ചെയ്തുകൂടെ? ഞാൻ ഓൾറെഡി മേർജ് ചെയ്യുന്ന ടെക്നിക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നില്ലേ? 2 ടെക്നിക്ക് പറഞ്ഞു തന്നില്ലേ? അപ്പോൾ നമുക്ക് ഏരിയ അല്ല, സൈഡ് ഓഫ് ദി സ്ക്വയറിനെ A കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ ബ്രെഡ്ത്തിൻ്റെയും എയുടെയും അല്ലെങ്കിൽ സൈഡ് ഓഫ് ദി സ്ക്വയറിൻ്റെയും റേഷ്യോ എത്ര ആയിരിക്കും? 6:5 ആയിരിക്കത്തില്ലേ? ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ, ആർക്കും പ്രശ്നമില്ലല്ലോ. എങ്ങനെയാ മേർജ് ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞു തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്ന മെത്തേഡ്. ആദ്യം എന്ത് ചെയ്യുക? ഈ 3യും 6നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും? 6×3 18. അവനായിരിക്കും എന്തെന്ന് പറയുന്നത്? ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ വാല്യൂ. അടുത്തത് എന്താ? ഈ 2ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര വരും? 12 അല്ലേ വരുന്നത്? ആ 12 ആയിരിക്കും ബ്രെഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ വാല്യൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നിങ്ങൾ പറഞ്ഞേ. ഈ 2ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 10 വരത്തില്ലേ? ഈ 10 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ആർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ വാല്യൂ? സൈഡ് ഓഫ് ദ സ്ക്വയർ ആയിട്ടുള്ള എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ വാല്യൂ. നമുക്ക് ഇവന്മാരെ വെട്ടി ചെറുതാക്കി കൂടെ. എത്ര ടൈംസാ? 9 ടൈംസ് അല്ലേ? ഇതിനെ ചെറുതാക്കും എത്ര ടൈംസാ? 6 ടൈംസ് അല്ലേ? ഇതിനെ ചെറുതാക്കും എത്ര ടൈംസാ? 5 ടൈംസ് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? ലെങ്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും അതുപോലെ തന്നെ സ്ക്വയറിൻ്റെയും സൈഡുകളുടെ അല്ലെങ്കിൽ സൈഡ് ഓഫ് ദ സ്ക്വയറിൻ്റെയും
കമ്പൈൻഡ് റേഷ്യോ വാല്യൂ കിട്ടി. പക്ഷെ നമുക്കൊരു ഡേറ്റ തന്നിട്ടുണ്ടോ? എന്താ ഡേറ്റ തന്നിരിക്കുന്നത്? ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ എത്ര തന്നിരിക്കുന്നത്? 200 സെന്റിമീറ്റർ എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ. പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ എന്താ? ഒരു പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ക്വയറിന് 4 സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കത്തില്ലേ? സപ്പോസ് ഈ ലെങ്ത് എന്ന് പറഞ്ഞ എ ആണെങ്കിൽ 4 പേരുടെയും ലെങ്ത് എത്ര ആയിരിക്കണം? എ തന്നെ ആയിരിക്കണ്ടേ? ഈക്വൽ ആണെങ്കിൽ 4 പേരുടെയും സൈഡ് ഈക്വൽ ആയിരിക്കണ്ടേ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 4 സൈഡിന്റെയും ലെങ്ത് അങ്ങ് ആഡ് ചെയ്താൽ പോരെ. അപ്പൊ എത്ര വരും? എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ 4a വരത്തില്ലേ? അപ്പൊ പെരിമീറ്റർ ഓഫ് സ്ക്വയർ, പെരിമീറ്റർ ഓഫ് സ്ക്വയറിന്റെ ഇക്വേഷൻ എന്താ? 4a അല്ലെങ്കിൽ 4a അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എത്ര? എയുടെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്ര? 5 യൂണിറ്റ് അല്ലേ? അപ്പൊ 4 × 5 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 200 അല്ലേ തന്നിരിക്കുന്നത്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ നമുക്ക് കിട്ടി ഇതെത്ര? 20 യൂണിറ്റിന്റെ വാല്യൂ ആലോചിക്കണം. 20 യൂണിറ്റ്, 20 റേഷ്യോ വാല്യൂന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? ആക്ച്വൽ വാല്യൂ 200 അല്ലേ? അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര വരും? നിങ്ങൾ പറഞ്ഞേടെ. 10 അല്ലേ? 200/20 എത്ര? 10 എന്നല്ലേ കിട്ടുന്നത്? പക്ഷെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ, സപ്പോസ് ഇതിനെല്ലാം ഞാൻ എക്സ് കൊടുക്കുകയാണെങ്കിൽ, ഞാൻ എന്തുകൊണ്ടാണ് ഈ എക്സ് ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. കാര്യം ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എടുക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നോക്കിക്കോ, ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എത്ര? 9x ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? 9x ഇൻറ്റു 6x അല്ലേ? എത്ര വരും? 54x² വരും. ഇതെല്ലാവരും മറക്കും. 54x എന്നിടും, 540 എന്ന് ചെയ്യും. അവിടെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണത്. എല്ലാവരും നൺ ഓഫ് ദിസ് മാർക്ക് ചെയ്യും. അപ്പൊ x² ആണ്. എത്ര വരണം? 54 ഇൻറ്റു x²ന്റെ വാല്യൂ എത്ര? അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര ഇവിടെ കിട്ടിയിരിക്കുന്നത്? 10 അല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ 10 ആയതുകൊണ്ട് x²ന്റെ വാല്യൂ എത്ര വരണം? 100 വരണം. അപ്പൊ വാല്യൂ എത്ര കിട്ടി? 5400 നമുക്ക് ആൻസർ കിട്ടി. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ദാ കിടക്കുന്ന ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. എന്ത് എളുപ്പമല്ലേ? എന്തെങ്കിലും പാടുണ്ടോ? അപ്പൊ ഈ കൺസെപ്റ്റ്, ഈ മെത്തേഡിൽ ഒരുപാട് മെത്തേഡിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ ലെങ്തിന് എക്സ് ഒക്കെ ഇട്ട് വേരിയബിൾ ഒക്കെ ഇട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? റേഷ്യൂസിനെ കമ്പൈൻ ചെയ്യുക. രണ്ട് യൂണിവേഴ്സിൽ നിൽക്കുന്ന രണ്ട് ഫിഗേഴ്സിന്റെ റേഷ്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഡേറ്റയുമായിട്ട് കമ്പൈൻ ചെയ്യുക, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് ധൈര്യമായിട്ട് പോകാമല്ലോ. അപ്പോൾ എല്ലാവരും, ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാം, നമ്മുടെ കയ്യിൽ ഇനി സമയമില്ല. എല്ലാവരും നല്ല രീതിയിൽ ഡെയിലി ഒരു 3 മോക്കൊക്കെ ഡെയിലി എഴുതേണ്ട സമയമാണ്. ക്ലാസ് ഒക്കെ പോകുന്ന ആൾക്കാർ വന്നിട്ട് ഒരു 2 മോക്ക് എഴുതുക. അതേപോലെ രാവിലെ എണ്ണീറ്റിട്ട് ഒരു 5 മണിക്ക് അല്ലെങ്കിൽ ഒരു 6 മണിക്ക് എണ്ണീറ്റിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു സെക്ഷണൽസ് എങ്കിലും എഴുതിയിട്ട് പോവുക. എഴുതിയിട്ട് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവുക. അതുപോലെ അല്ലാതെ നിങ്ങൾ ഫുൾ ടൈം ഫ്രീ ആയിട്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 4 മോക്കൊക്കെ ഡെയിലി എഴുതേണ്ടതാണ്. കാരണം ക്ലർക്കല്ലേ, അതിൽ നമുക്ക് തെറ്റുന്നതും അതേപോലെ അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ കറണ്ട് അഫെയർ ഫോളോ ചെയ്യുക. ഒരു കാരണവശാലും ഒരു ദിവസം പോലും കളയല്ലേ, അല്ലെങ്കിൽ ഒരു ടൈം പോലും കളയല്ലേ. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു, ഈ കഴിഞ്ഞ 2 വർഷത്തെ നമ്മുടെ SBI ക്ലർക്കിന്റെയും IBPS ക്ലർക്കിന്റെയും എന്ത് ടൈപ്പ് ആയിരിക്കും? ടഫ് ഷിഫ്റ്റിൽ വന്നിരിക്കുന്ന വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആൾക്കാർ അറ്റംപ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അതെങ്ങനെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാം, ഇൻ കേസ് ഇനി വരുന്ന എക്സാമിൽ വരുവാണെങ്കിൽ ചെയ്യണ്ടേ. ഓക്കെ ആണല്ലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചേ. എ വെസൽ കണ്ടെയ്ൻ, എന്താ വെസൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? എ വെസൽ കണ്ടെയ്ൻ 75 ലിറ്റർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 3:2. ഒരു വെസലിനകത്ത് 75 ലിറ്റർ ഓഫ് മിൽക്കും ഉണ്ട്, വാട്ടറും ഉണ്ട്. അവരുടെ റേഷ്യോ എത്ര? 3:2 അല്ലേ? ഇഫ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് x ലിറ്റർ ഓഫ് മിൽക്ക് ആൻഡ് x - 5 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് ആഡഡ് ടു ദ മിക്സ്ചർ, എന്ത് സംഭവിച്ചു? ദെൻ ദ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ ബിക്കം 4:3. അതായത് ഫൈനൽ റേഷ്യോ എന്തായി മാറി? മിൽക്കിന്റെ വാട്ടറിന്റെ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ x ലിറ്റർ ഓഫ് മിൽക്കും അതേപോലെ x - 5 ലിറ്റർ ഓഫ് വാട്ടറും ആഡ് ചെയ്തപ്പോൾ ഫൈനൽ മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്തായി മാറി? 4:3 ആയി മാറി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x + 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. എക്സിന്റെ വാല്യൂ അല്ല ചോദിച്ചിരിക്കുന്നത്, x + 5ന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇനിഷ്യലി പറഞ്ഞേ ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര ആയിരുന്നു? 75 ലിറ്റർ അല്ലായിരുന്നു ടോട്ടൽ ക്വാണ്ടിറ്റി. അതിൽ ആരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ. മിൽക്കുമുണ്ട്, വാട്ടറുമുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, ഈ മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ നമുക്ക് തന്നിട്ടില്ല. ഇനിഷ്യലി എത്ര ആയിരുന്നു? 3:2 അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരു ഡൗട്ടും ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര? ടോട്ടൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള 5 അല്ലേ? ടോട്ടൽ ക്വാണ്ടിറ്റി 5 അല്ലേ?
ആ 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര വന്നിരിക്കുന്നത്? 75 അല്ലേ? അപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ട് കാൽക്കുലേറ്റ് ചെയ്തൂടെ? 5 യൂണിറ്റ് അല്ലെങ്കിൽ 5x വാല്യൂ ആണ് എന്തെന്ന് പറഞ്ഞത്? 75 ലിറ്റർ എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 75 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്ര വരും? 15 ലിറ്റർ എന്നല്ലേ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇനിഷ്യലി എത്ര മിൽക്ക് ഉണ്ടായിരുന്നു കണ്ടുപിടിക്കാമല്ലോ. 3 യൂണിറ്റിന്റെ വാല്യൂ എത്ര വരും? 45 ലിറ്റർ ഇനിഷ്യലി മിൽക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് 45 ലിറ്ററും അതേപോലെ ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എത്ര ആയിരുന്നു? 2 യൂണിറ്റ് അല്ലേ? എത്ര വരും? 15 × 2 എത്ര ആയിരുന്നു? 30 ലിറ്റർ എന്തുണ്ടായിരുന്നു? വാട്ടറും ഉണ്ടായിരുന്നു. ഇത്രയും കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. പക്ഷേ അവിടെ പരിപാടി കഴിഞ്ഞോ? ഇല്ല. ഇഫ് എക്സ് ലിറ്റർ ഓഫ് മിൽക്ക് ആഡ് ചെയ്തു, നോക്കിക്കോ. ഇനിഷ്യലി മിൽക്ക് എത്ര ഉണ്ടായിരുന്നു? മിൽക്ക് ഫൈനൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇനിഷ്യലി നമ്മുടെ കയ്യിൽ, ഞാൻ അതിന് വേറൊരു ഇങ്ക് വെച്ച് എഴുതി കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് മനസ്സിലാവും. നോക്കിക്കോ. ഇനിഷ്യലി 45 ലിറ്റർ ഓഫ് മിൽക്ക് ഉണ്ടായിരുന്നു. ഇനിഷ്യലി 45 ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എത്ര ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തു? എക്സ് ലിറ്റർ മിൽക്ക് ആഡ് ചെയ്യുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ മിൽക്കിനെ പറ്റി? ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, മിൽക്കിനെ മിൽക്കുമായിട്ട് ആഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പം മിൽക്ക് ഫൈനൽ എന്തായി മാറി? ഇനിഷ്യലിൻ്റെ കൂടെ എക്സ് ആയി ആഡ് ചെയ്തപ്പോൾ 45 + എക്സ് ഫൈനൽ മിൽക്കായി മാറി. ഇനി വാട്ടർ എത്രയുടെ ഫൈനൽ? നിങ്ങൾ പറഞ്ഞേ, വാട്ടർ എത്ര? ഇനിഷ്യൽ എത്ര വാട്ടർ ഉണ്ടായിരുന്നു? ദാ കിടക്കുന്ന 30 ലിറ്റർ വാട്ടർ ഇനിഷ്യലി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എന്ത് സംഭവിച്ചു? ഒരു x-5 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. x-5 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യില്ലേ? വാട്ടറിനെ വാട്ടർ കൊണ്ട് ആഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 30 ന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ എന്തായി മാറി? 25 മാറിയില്ലേ? മാറിയില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 25 + x ആയി മാറിയില്ലേ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ വാട്ടർ ഫൈനൽ എന്ത് കിട്ടി? 25 + x എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ റേഷ്യോ വന്നിട്ടില്ലേ? മിൽക്ക് ഫൈനൽ ഡിവൈഡഡ് ബൈ വാട്ടർ ഫൈനലിന്റെ റേഷ്യോ നമുക്ക് ഇവിടെ എത്ര വന്നിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ, 4/3 തന്നിട്ടില്ലേ? അപ്പോൾ ഇവിടെ എത്ര വാല്യൂ വന്നിരിക്കുന്നത്? 45x ആണ് നമ്മുടെ മിൽക്ക് ഫൈനൽ ഡിവൈഡഡ് ബൈ വാട്ടർ ഫൈനൽ എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 25 + x അല്ലേ വാട്ടർ ഫൈനൽ തന്നിരിക്കുന്നത്. അതിന്റെ റേഷ്യോ എത്ര തന്നിരിക്കുന്നത്? 4/3 അല്ലേ തന്നിരിക്കുന്നത്. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. വേറെ എന്തെങ്കിലും പാടുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും? ഒരു പ്രശ്നമില്ലല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 45 3 എനിക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 135 ആണ്. 3x, x × 3 എത്ര? 3x ആയി മാറി. ഇനി 25 4 എത്ര? 100 അല്ലേ? 100 + 4x വരത്തില്ലേ? നമുക്ക് എക്സിന്റെ ടേംസിനെല്ലാം ഒരു സൈഡിലോട്ട് അങ്ങ് ആക്കിക്കൂടെ? എല്ലാവരും ഒരേ പഞ്ചായത്തിലോട്ട് ആക്കിക്കൂടെ? അപ്പം 4x ന്ന് 3x മൈനസ് ചെയ്ത് എത്ര വരും? x വരും. 135 ന്ന് 100 മൈനസ് ചെയ്ത് എത്ര വരും? 35 വരത്തില്ലേ? അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 35 എന്ന് കിട്ടി. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? എക്സ് ആണോ? അല്ല, x+5 അല്ലേ വേണ്ടത്. അപ്പോൾ x+5ന്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞേ? നിങ്ങൾ ഉറക്കെ പറഞ്ഞേ. 35 + 5 അല്ലേ ചെയ്യേണ്ടത്? എത്ര വരും? 40 എന്നാണ് നമുക്ക് x+5ന്റെ വാല്യൂ കിട്ടിയത്. എവിടെ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. മനസ്സിലായ എല്ലാവർക്കും? ഈസി അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ അവരെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ വാല്യൂസിനെ ഇക്വേറ്റ് ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഈ 4 ഓപ്ഷൻസിലും ലാസ്റ്റ് ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഇനി നൺ ഓഫ് ദീസ് ഓപ്ഷനായിട്ട് പരിഗണിക്കാൻ പറ്റുമോ? ഇല്ല. ലാസ്റ്റ് ഓപ്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന 40 എന്ന് പറഞ്ഞത്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? 15 അല്ലേ പിക്ക് ചെയ്യൂ. 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ദാ ഇവിടെ തൊട്ടേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സാറ്റിസ്ഫൈ ചെയ്തില്ല, അടുത്തത് ഓപ്ഷൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനേക്കാട്ടിലും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തൂടെ? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പാർട്ട് എഴുതിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു പാർട്ടിലോട്ട് പോകാവുന്ന കാര്യമേ ഉള്ളൂ. കാര്യം അത് പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. കാൽക്കുലേഷൻ സ്പീഡ് ഇംപ്രൂവ് ആക്കാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് കൺസെപ്റ്റ് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പ്രോപ്പർ നോട്ട് എഴുതാൻ വേണ്ടി മാത്രം ഇത്രയും നീറ്റായിട്ടും ഇത്രയും ഡെപ്തിലും എഴുതി തരുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റിനോട്ട് പോയിക്കൂടെ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ഏതാ ചാപ്റ്റർ? നിങ്ങളൊന്ന് പറഞ്ഞേ. പൈപ്സ് ആൻഡ് സിസ്റ്റം ആണല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈം ആൻഡ് വർക്കിൽ ഈ റേഷ്യോനെ വെച്ചിട്ടുള്ള ടൈം ആൻഡ് വർക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു. അതായത് റേഷ്യോസ് തരും, അല്ലെങ്കിൽ എഫിഷ്യൻസി തരും. അതിൽ നിന്ന് ഒരാളുടെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഒരാൾ ഇത്ര ദിവസം കൊണ്ട് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു. അതേ കൺസെപ്റ്റ് അല്ലെങ്കിൽ അതേ ടൈപ്പ് എവിടെയും കാണും, പൈപ്പ് ആൻഡ് സിസ്റ്റേണിലും കാണും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പൈപ്പ് ആൻഡ് സിസ്റ്റേണിൽ ഇട്ടത്. നിങ്ങൾക്ക് എന്താവും? ഒരു റിവിഷനും കൂടെ ആവും. ഓക്കെ ആണല്ലോ? നമുക്ക് ചെയ്തൂടെ? നോക്കിക്കോ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പൈപ്പ് എ ക്യാൻ ഫിൽ 40% ഓഫ് ദ ടാങ്ക് ഇൻ 18 മിനിറ്റ് അല്ലേ? നമുക്ക് 40% മാത്രം ഫില്ല് ചെയ്താൽ മതിയോ? പൈപ്പ് എ കൊണ്ട് എത്ര ഫില്ല് ചെയ്യിപ്പിക്കണം? 100% ഫില്ല് ചെയ്യിക്കണ്ടേ? അപ്പോൾ പൈപ്പ് എക്ക് ഈ 100% ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി?
എത്ര മിനിറ്റ് ആണോ 40% ഫില്ല് ചെയ്യാൻ എത്ര ടൈമാണോ കിട്ടിയിരിക്കുന്നത്, ഈ 40%, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, 40%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ എത്ര? 2/5 അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ ടൈമിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ 2/5ന്റെ നേരെ തിരിച്ചുള്ള വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്ര? 5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ ഇത് എങ്ങനെ വന്നതെന്നൊരു ഡൗട്ട് വരും അല്ലേ? പറഞ്ഞുതരാം, നോക്കിക്കോ. 40% ഫില്ല് ചെയ്യാൻ എത്ര ടൈമാണ് എടുത്തിരിക്കുന്നത്? 18 മിനിറ്റ് അല്ലേ? 1% ഫില്ല് ചെയ്യാൻ എത്ര ടൈമാണ് എടുത്തിരിക്കുന്നത്? 18/40 അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് 100% അല്ലേ ഫില്ല് ചെയ്യേണ്ടത്? 100% ഫില്ല് എന്ത് ചെയ്താൽ മതി? 18/40 × 100 ചെയ്താൽ പോരെ. കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 5/2 അല്ലേ വരുന്നത്. അപ്പോൾ ഈ കാര്യമാണ് നമ്മൾ ഡയറക്റ്റ് എഴുതിയത്. നമ്മൾ ഇത്രയും ചെയ്ത് സമയം കളയുണ്ടോ? നമ്മുടെ കയ്യിൽ സമയമില്ല. പക്ഷെ ഒരു കാര്യം അറിയണം, 40%ന്റെ ഫ്രാക്ഷൻ വാല്യൂ നമുക്കറിയണം. അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം കളയല്ലേ. ചിലപ്പോൾ ഇത് 14.27% ആയിരിക്കും, അല്ലെങ്കിൽ എത്ര പറഞ്ഞത് 83.33% എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഫ്രാക്ഷന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കിത് ചെയ്തുകൂടെ? ഈ 2ഉം 18ഉം കട്ട് ചെയ്ത് എത്ര ടൈംസ് വരും? 9 ടൈംസ് അല്ലേ? 9 × 5 എത്ര? 45 അല്ലേ? അപ്പം പി എന്ന് പറയുന്ന ഒരു പൈപ്പിന് ആ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് 100% ഫില്ല് ചെയ്യാൻ എത്ര സമയം എടുക്കുന്ന കിട്ടിയിരിക്കുന്നത്? 45 മിനിറ്റ് എടുക്കുമെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. പക്ഷേ നമുക്കിവിടെ അഡീഷണൽ ഡേറ്റാസ് തന്നിട്ടില്ലേ? എന്തൊക്കെയാണ് ആ ഡേറ്റ തന്നിരിക്കുന്നത്? റേഷ്യോ ഓഫ് ദി എഫിഷ്യൻസി ഓഫ് പൈപ്പ് എ ബി സി എത്ര തന്നിരിക്കുന്നത്? 2:3:1 അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഫിഷ്യൻസിയുടെ റേഷ്യോ എഴുതിക്കൂടെ? ആരുടെയൊക്കെയാ? A:B:C റേഷ്യോ തന്നിട്ടില്ലേ? എത്ര? 2:3:1 തന്നിട്ടില്ലേ? ഇങ്ങനെ എഫിഷ്യൻസിയുടെ റേഷ്യോവും അതേപോലെ ഒരാൾ, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ആൾക്കാരിൽ ഏതെങ്കിലും ഒരാളുടെ ടോട്ടൽ വർക്ക്, ഇത് പൈപ്പ് എ അല്ലേ, ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമും തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞില്ലേ? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? പൈപ്പ് എക്ക് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 45 മിനിറ്റ് അല്ലേ? അപ്പോൾ 45 × പൈപ്പ് എയുടെ എഫിഷ്യൻസി എത്ര? 2 അല്ലേ? ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര കിട്ടി? 90 നമുക്ക് കിട്ടി. അപ്പം നമ്മുടെ ടോട്ടൽ കപ്പാസിറ്റി, ടോട്ടൽ വർക്ക് അല്ല, ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദാറ്റ് വെസൽ എത്ര, അല്ലെങ്കിൽ ആ ഒരു ടാങ്കിന്റെ വെസൽ എത്ര വന്നിരിക്കുന്നത്? 90 നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ പൈപ്പ് എ ബി സി ടുഗദർ ടു ഫിൽ 1/3 ഓഫ് ദ ടാങ്ക് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ടൈം ഇൻറ്റു ടോട്ടൽ എഫിഷ്യൻസി അല്ലേ? നമുക്ക് ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ അവരുടെ ടോട്ടൽ എഫിഷ്യൻസിയാണ് നമ്മൾ എടുക്കേണ്ടത്. കാര്യം 3 പേരെ പറ്റിയല്ലേ പറയുന്നത്. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി അല്ലേ? നിങ്ങൾ പറഞ്ഞേ, ടോട്ടൽ ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റി എവിടെ എത്ര നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? 90 ആണ്. പക്ഷെ 90ന്റെ ആണോ എടുക്കേണ്ടത്? 90ന്റെ 1/3 അല്ലേ എടുക്കേണ്ടത്. അപ്പോൾ 90 / 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി എത്ര? ഇവിടെ 2 + 3 + 1 അല്ലേ? എത്ര വരും? 2 + 3 + 1 അല്ലേ വരുന്നത് ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന്റെ വാല്യൂ എത്ര വരും? 90 ഡിവൈഡഡ് ബൈ ഈ 3 നമുക്ക് താഴെ കൊണ്ടുവരാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. 3 × ഇതെത്ര വരും? 3 × 2 5 1 6 അല്ലേ? ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര ടൈംസ് വരും? 30 വരത്തില്ലേ? അപ്പോൾ എത്ര? 30 ഡിവൈഡ് ബൈ 6 എത്ര? 5 ഡേയ്സ് അല്ലെങ്കിൽ 5 അവേഴ്സ് ആണോ? 5 മിനിറ്റ് കൊണ്ടായിരിക്കും അവർ 3 പേരും ഒന്നിച്ച് ഈ കപ്പാസിറ്റി അല്ലെങ്കിൽ ഈ ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. എളുപ്പമല്ലേ? ഇതാണ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ആർക്കെങ്കിലും എന്തെങ്കിലും പാടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എവിടെയെങ്കിലും ഡൗട്ട് വരാനുണ്ടോ? അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈം ആൻഡ് വർക്കിൽ കാണിച്ചിരുന്നു. പക്ഷേ അവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അവിടെ ഇതിലും ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്തായിരുന്നു? ഇവിടെ ഡയറക്റ്റ് നമുക്ക് കമ്പൈൻഡ് റേഷ്യോ തന്നിട്ടുണ്ട്, അവിടെ ആ കമ്പൈൻഡ് റേഷ്യോ തന്നിട്ടില്ല. അവിടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ടോട്ടൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ടോട്ടൽ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ. അപ്പോൾ മനസ്സിലായില്ലേ? ഈസി അല്ലേ? എല്ലാവർക്കും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലേ? നോട്ട് എഴുതിയെടുക്കുമല്ലോ, ഉറപ്പാണല്ലോ? ഇത് റിവിഷൻ ചെയ്യുമല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോയിക്കൂടെ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? തുടങ്ങാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ബോട്ട്സ് ആൻഡ് സ്ട്രീംസിലെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ ഒക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ചെയ്യാം, എളുപ്പമല്ലേ? അപ്പോൾ നമ്മൾ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് ചെയ്യുന്ന മെത്തേഡിന്റെ പേരെന്താ? USST മെത്തേഡാണ്. ഞാൻ ആദ്യത്തെ 2 ക്ലാസ്സിൽ നിങ്ങളെ കാണിച്ചു തന്നില്ലേ? ആദ്യത്തെ 2 ക്ലാസ് ആണോ? എല്ലാ ക്ലാസ്സിലും ബോട്ട്സ് ആൻഡ് സ്ട്രീംസിലെ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. കാര്യം നിങ്ങൾക്ക് USST മെത്തേഡ് അറിയാത്ത ആൾക്കാർക്ക് ഫെമിലിയർ ആവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് ചെയ്തൂടെ? പക്ഷെ എല്ലാം ഒരേ ടൈപ്പും അല്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ചാണോ അല്ലേ? എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കും. നോക്കിക്കോ,
ദ റേഷ്യോ ഓഫ് ദി സ്പീഡ് ഓഫ് ദി ഡൗൺ സ്ട്രീം ടു അപ് സ്ട്രീം എത്ര വന്നിരിക്കുന്നത്? 13:9 അല്ലേ? അപ്പോൾ നമുക്കറിയാം സ്പീഡിന്റെ റേഷ്യോ നമുക്ക് ഇവിടെ അങ്ങ് എഴുതിയാൽ പോരെ. ആ ഡൗൺ സ്ട്രീമിന്റെ റേഷ്യോ എത്ര വന്നിരിക്കുന്നത്? 13 ആണല്ലോ, ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ് സ്ട്രീമിന്റെ സ്പീഡ് എത്ര വന്നിരിക്കുന്നത്? 9 അല്ലേ? അപ്പോൾ നമുക്ക് ഡൗൺ സ്ട്രീമും ഉണ്ട് അപ് സ്ട്രീമും ഉണ്ട്. ഇതെന്താ? സ്പീഡ് ഓഫ് ദ സ്ട്രീം അല്ലേ? ഇവനാരാ? സ്പീഡ് ഓഫ് ദ ബോട്ട് അല്ലേ? അപ്പോൾ ഡൗൺ സ്ട്രീമും ഉണ്ട് അപ് സ്ട്രീമും ഉണ്ടെങ്കിൽ സ്പീഡ് ഓഫ് ദ ബോട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പാടൊന്നുമില്ലല്ലോ. ഇവർ രണ്ടുപേരും കൂടെ ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 13 + 9 എത്ര? 22 അല്ലേ? 22 ഡിവൈഡ് ബൈ 2 എത്ര? 11 അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. സിമിലർലി ഇനി 13 - 9 എത്ര? 13 - 9 എത്ര? 4 അല്ലേ? അപ്പോൾ സ്പീഡ് ഓഫ് ദ സ്ട്രീം എങ്ങനെ കണ്ടുപിടിക്കാം? ഡൗൺ സ്ട്രീം മൈനസ് അപ് സ്ട്രീം ഡിവൈഡ് ബൈ 2. അത് വേണമെങ്കിൽ ഞാൻ സൈഡിലോട്ട് എഴുതാം. സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡൗൺ സ്ട്രീം പ്ലസ് അപ് സ്ട്രീം ഡിവൈഡഡ് ബൈ 2. ഇനി സ്പീഡ് ഓഫ് ദ സ്ട്രീം ആണെങ്കിലോ എങ്ങനെ കണ്ടുപിടിക്കാം? ഡൗൺ സ്ട്രീം മൈനസ് അപ് സ്ട്രീം ഡിവൈഡഡ് ബൈ 2. അപ്പോൾ സ്പീഡ് ഓഫ് ദ സ്ട്രീം എങ്ങനെ കണ്ടുപിടിക്കാം? 13 - 9 എത്ര? 4 അല്ലേ? 4 ഡിവൈഡ് ബൈ 2 എത്ര? 2 വരത്തില്ലേ? അപ്പോൾ നമുക്ക് അവരുടെ കമ്പൈൻഡ് റേഷ്യോ കിട്ടിയില്ലേ? ഡൗൺ സ്ട്രീമിന്റെയും അപ് സ്ട്രീമിന്റെയും സ്പീഡ് ഓഫ് ദ സ്ട്രീമിന്റെയും സ്പീഡ് ഓഫ് ദ ബോട്ടിന്റെയും കമ്പൈൻഡ് റേഷ്യോ കിട്ടിയില്ലേ? ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിലോട്ട് പോകാം. നോക്കിക്കോ, എന്താ തന്നിരിക്കുന്നത്? ഇഫ് ദ സ്പീഡ് ഓഫ് ദി ബോട്ട് കവേഴ്സ് 288 കിലോമീറ്റർ അപ് സ്ട്രീം ഇൻ 16 hours എന്നല്ല തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? അപ് സ്ട്രീം സ്പീഡ് കണ്ടുപിടിച്ചൂടെ? എത്ര? 288 ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അപ് സ്ട്രീമിൽ പോയിരിക്കുന്ന ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അതിനെടുത്തിരിക്കുന്ന ടൈം എത്ര? 16 അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്ത സ്പീഡ് കിട്ടത്തില്ലേ? എത്ര ടൈംസാ? 16 14 ആണോ? അല്ല, നമുക്ക് കണ്ടുപിടിക്കാം. 16 ഒരു ടൈംസ് അല്ലേ ഉള്ളൂ, ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. ബാക്കി എത്ര വരണം? 12 വരണ്ടേ 28-ന്ന്? നോക്ക്, 28-നകത്ത് 16 എത്ര ടൈംസാണ് ഉള്ളത്? ഒരു ടൈംസ് അല്ലേ ഉള്ളൂ. ബാക്കി എത്ര വരും? 12 അല്ലേ? 128-നകത്ത് എത്ര ടൈംസ് ആയിരിക്കും? 16. 16 8 128 അല്ലേ? ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് കിട്ടി അപ്സ്ട്രീം സ്പീഡ് എത്ര കിട്ടി? 18 km/h എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ നമ്മുടെ തന്നിരിക്കുന്ന റേഷ്യോയിൽ അപ്സ്ട്രീം സ്പീഡ് എത്രയാണ്? 9 യൂണിറ്റ് അല്ലേ? അല്ലെങ്കിൽ റേഷ്യോ വാല്യൂ 9 അല്ലേ? അപ്പോൾ ആ 9-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 18 km/h അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. എത്ര ടൈംസാ? 2 ടൈംസ് അല്ലേ? 2 ടൈംസ് അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ ബോട്ട് കവർ 364 കിലോമീറ്റർ ഡൗൺ സ്ട്രീം അല്ലേ? അപ്പോൾ നമുക്ക് ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് ഇല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ എത്ര മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ? 2 അല്ലേ? ആ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, ആക്ച്വൽ ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടത്തില്ലേ? എത്ര? 26 km/h എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്, അതുമല്ല കണ്ടുപിടിക്കേണ്ടത്. ഇനിയും കാൽക്കുലേഷൻ കിടക്കുക. ഈ തന്നിരിക്കുന്ന ബോട്ട് 364 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ എത്ര സമയം കൊണ്ട് പോകും? അപ്പോൾ നമുക്കറിയാം ഡൗൺ സ്ട്രീമിന് എടുത്തിരിക്കുന്ന ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഡിസ്റ്റൻസ് 364 ആണ്, ഡിവൈഡഡ് ബൈ ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര? 26 അല്ലേ? എത്ര ടൈംസ് ആയിരിക്കും പറഞ്ഞേ? 26 36-നകത്ത് എത്ര ടൈംസ് അടങ്ങും? ഒരു തവണയല്ലേ അടങ്ങും. ബാക്കി 10 അല്ലേ? 24 4 എത്ര? 104 അല്ലേ? അപ്പോൾ എത്ര ആയിരിക്കും ആൻസർ? 14 ആയിരിക്കും ആൻസർ. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ടോ? എക്സും വൈയും വേണോ? ഒന്നും വേണ്ട. ഒരു വേരിയബിൾ വിടേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു? റേഷ്യോ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. റേഷ്യോ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം തന്നിരിക്കുന്ന ആക്ച്വൽ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തു, റിലേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടി? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കിട്ടി. ആ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു? അതിനെടുത്തിരിക്കുന്ന ടൈം കണ്ടുപിടിച്ചു. വളരെ ഈസി അല്ലേ? അപ്പം USST മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി മെത്തേഡാണ്. നിങ്ങൾ ഇത് മസ്റ്റായിട്ട് പഠിക്കണം. ഈ മെത്തേഡിലൂടെ നമുക്ക് എത്ര ടൈപ്പ് അല്ലെങ്കിൽ എത്ര വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയിക്കൂടെ? ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു സബ് ടൈപ്പ് ആണ്. ഞാനിപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിലും അല്ലെ എല്ലാ ചാപ്റ്ററിലും ഒരുപാട് സബ് ടൈപ്പ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ടൈം ആൻഡ് വർക്കിലെ വളരെ ഒരു ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സബ് ടൈപ്പ് ആണ് ഈ ടൈം ആൻഡ് വർക്കിലെ. കാര്യം എന്താ? ചെയ്യാൻ ഈസിയാണ്, കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ഏറ്റവും എളുപ്പമാണ്. നോക്കിക്കോ, ഇത് ഇത്രയേ ഉള്ളൂ. ഇതിനൊരു കംപ്ലീറ്റ് ഒരു ഫോർമുലയാണ്. നോക്കിക്കോ, ഇപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് മെൻ അല്ലെങ്കിൽ വുമൺ അല്ലെങ്കിൽ ചൈൽഡ്, ഇപ്പം കുട്ടികൾ കാണും, വുമൺ കാണും, മെൻ കാണും. ചൈൽഡ് ലേബർ ഉള്ളത് കൊണ്ട് നമ്മളിവിടെ തൽക്കാലം ചൈൽഡിനെ അങ്ങ് ഒഴിവാക്കി. അപ്പം മെന്നും വുമണും, അപ്പം നമ്മൾ അതിനെ അവരുടെ എഫിഷ്യൻസിയാണ്. അപ്പം മെന്നിൻ്റെ ടോട്ടൽ എഫിഷ്യൻസി അല്ലെങ്കിൽ മെന്നിൻ്റെ എഫിഷ്യൻസി നമ്മൾ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം? എം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? വുമണിൻ്റെ എഫിഷ്യൻസി നമ്മൾ എത്രയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം? W ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം പറഞ്ഞുകൂടെ? നമുക്ക് എഴുതാം ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞേ,
മെൻ ഓർ വുമൺ, ഇപ്പോൾ വുമൺ ആണോ മെൻ ആണോ തരുന്നത്, അവരുടെ എഫിഷ്യൻസി ഇൻറ്റു അവർക്ക് എത്ര ദിവസം കൊണ്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനെ ഡേ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും, ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി എത്ര മണിക്കൂർ കൊണ്ടാണ് അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്, മണിക്കൂറിനെ അവർ എന്നല്ലേ പറയുന്നത്, അതിനെ നമ്മൾ എച്ച് കൊണ്ടോ ടി കൊണ്ടോ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ, അപ്പോൾ നമ്മൾ അതിനെ ടി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ രണ്ട് കേസസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, M1 ഓർ W1 ഇൻറ്റു D1 ഇൻറ്റു T1 ഈസ് ഈക്വൽ ടു, രണ്ട് കേസില്ലേ, നമുക്ക് എഴുതാം M2 ഓർ W2. ഇതിൽ നമുക്ക് മെന്നിൻ്റെ ആണെങ്കിൽ തരുന്നെങ്കിൽ എമ്മിൻ്റെ എഫിഷ്യൻസി കൊടുക്കാം, വുമണിൻ്റെ ആണ് തരുന്നെങ്കിൽ W കൊടുക്കാം. ഓക്കെ ആണല്ലോ, ഇൻറ്റു D2 ഇൻറ്റു T2. ഇത് രണ്ട് കേസിലും വർക്ക് ഈക്വൽ ആകുമ്പോൾ, ഇനി വർക്ക് ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ W1 ഇവിടെ കൊടുക്കാം. അതേപോലെ ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ W2 കൊടുക്കാം. ഈ ഒരു ഫോർമുല എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മെത്തേഡും, പ്രത്യേകിച്ച് ഒരു മെത്തേഡും വേണ്ട, ഡയറക്റ്റ് ഈ ഫോർമുലയിൽ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. വേറെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡും വേണ്ട. ഈ ഒരു ടൈപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഈ ഒരു ഇക്വേഷൻ ഫോം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, എല്ലാവരും നോട്ട് ചെയ്തില്ലേ, ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു മെന്നിൻ്റെ എഫിഷ്യൻസി എം ആണെങ്കിൽ 32 മെന്നിൻ്റെ എഫിഷ്യൻസി എത്ര ആയിരിക്കും, 32 എം അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 32 എം ഇൻറ്റു, ഓക്കെ ആണല്ലോ, ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ എത്ര ഡേയ്സാ, ഡിയുടെ സ്ഥാനത്ത് നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, 25 അല്ലേ. അപ്പോൾ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 25 ഇൻറ്റു ടൈമിൻ്റെ സ്ഥാനത്ത് എത്ര മണിക്കൂറാ, വേണമെങ്കിൽ ഇതിന് എച്ച് എന്നിട്ടാ, മണിക്കൂറല്ലേ, അപ്പോൾ ഹവർ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ അവർ എന്ന് കൊടുക്കാം, എച്ച് എന്ന് കൊടുക്കാം. ഇവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ എത്ര ടൈമാ, 10 മണിക്കൂറല്ലേ. 10 ഈസ് ഈക്വൽ ടു, ദെൻ അപ്പോൾ പറയാണ്, ഇഫ് 32 men can do a piece of work in 25 days and working in 10 hours in a day, then how many more men required to complete the work in 20 days working in 8 hours എന്നല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടാമത്തെ കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, വർക്ക് സെയിം അല്ലേ, ദെൻ ഹൗ മെനി മോർ മെൻ റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ വർക്ക് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, സെയിം വർക്കിനെ പറ്റിയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് കൊടുത്താൽ മതി, നമുക്ക് അറിയത്തില്ല എത്ര മെൻസാ വർക്ക് ചെയ്യുന്നത്, അതിന് ഞാൻ എന്ത് ചെയ്തു, എം എന്ന് കൊടുത്തു, അല്ലെങ്കിൽ എക്സ് ഇൻറ്റു എം എന്ന് കൊടുത്തു. കാര്യം ഒരു മെന്നിൻ്റെ എഫിഷ്യൻസി എം ആണെങ്കിൽ എക്സ് മെന്നിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും, എക്സ് എം അല്ലേ, ഇൻറ്റു D2ൻ്റെ വാല്യൂ എത്ര, അല്ലെങ്കിൽ ഡേയുടെ വാല്യൂ എത്ര, 20 അല്ലേ, നമുക്ക് തന്നിട്ടില്ലേ. എത്ര മണിക്കൂർ കൊണ്ട് അവർ ചെയ്യുന്നത്, 8 മണിക്കൂർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. രണ്ട് കേസിലും വർക്ക് സെയിം അല്ലേ, അപ്പോൾ ഡിവൈഡഡ് ബൈ W കൊടുത്താൽ പോരെ. രണ്ട് കേസിലും വർക്ക് സെയിം അല്ലേ, ഡിവൈഡഡ് ബൈ W എന്ന് കൊടുത്താൽ പോരെ. നമുക്ക് ഇവന്മാരെ അറഞ്ചും പുറഞ്ഞും അങ്ങ് വെട്ടിക്കളഞ്ഞാൽ പോരെ, വെട്ടിക്കളയാലോ. ഈ ഡബ്ല്യൂയും കട്ട് ചെയ്ത് കളയാലോ, ഈ എമ്മും കട്ട് ചെയ്ത് കളയാലോ. നോക്കിക്കോ, ഈ 10ഉം ഈ 20യും കട്ട് ചെയ്യാലോ, എത്ര ടൈംസാ, 2 ടൈംസ് അല്ലേ. നോക്കിക്കോ, ഈ 2ഉം ഈ 32 കട്ട് ചെയ്ത് എത്ര ടൈംസാ, 16 ടൈംസ് അല്ലേ. 4 കൊണ്ട് കട്ട് ചെയ്ത് എത്ര ടൈംസാ, 2 ടൈംസ് അല്ലേ. 4 കൊണ്ട് കട്ട് ചെയ്ത് എത്ര ടൈംസാ, 4 ടൈംസ് അല്ലേ. 2 കൊണ്ട് കട്ട് ചെയ്ത് എത്ര ടൈംസാ, 2 ടൈംസ് അല്ലേ. അപ്പോൾ ബാക്കി എക്സിന്റെ വാല്യൂ എന്ത് വന്നു, ദാ ഇവിടെ എക്സ് മാത്രമല്ലേ ഉള്ളൂ, ഇനി ബാക്കി അവ മാത്രം എന്ത് ചെയ്തു, മറ്റേ ധീര സിനിമയ്ക്കകത്ത് 400 പേരെ, 400 ആണോ 100 ആണോ, 100 പേരെ ധീര എന്ത് ചെയ്ത് വെട്ടിക്കൊന്നിട്ട് ബാക്കി ഒരാൾ വരുന്ന പോലെ എക്സിൽ ബാക്കി ആര് വരും, എക്സിൽ 2 മാത്രം എത്ര വരും, 25 2 എത്ര വരും, 50 വരും. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്ര വരും, 50 വരും. ആൻസർ 50 ആണോ, അല്ല. ഹൗ മെനി മെൻ റിക്വയർഡ് മോർ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു, 32 മെൻ ഉണ്ടായിരുന്നു. ഫൈനലി കുറച്ചുകൂടെ ആൾക്കാർ ആഡ് ചെയ്തപ്പോൾ ആ വർക്ക് ചെയ്യാൻ 50 പേരായി മാറി. അങ്ങനെയെങ്കിൽ എത്ര കൂടുതൽ ആൾക്കാർ വേണമെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഫൈനൽ എത്ര ഉണ്ടായിരുന്നു, 50 ഉണ്ടായിരുന്നു. ഇനിഷ്യലി 32 പീപ്പിൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 32 മെൻ ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര, 18 ആൾക്കാരാണ് എക്സ്ട്രാ കൂടുതൽ ഈ 32 ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തത്. എന്തെങ്കിലും പാടുണ്ടോ ഇവിടെ? ഇക്വേഷൻ എഴുതാൻ വേണ്ടി മാത്രം, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അത്രയും ഡിഫിക്കൽട്ട് അല്ല ഇത് ചെയ്യാൻ. ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈവൻ വർക്ക് സെയിം ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ വർക്ക് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ഡയറക്റ്റ് നിരത്തി പിടിച്ച് എന്ത് ചെയ്താൽ മതി, ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏത് വാല്യൂ ആണ് കിട്ടാത്തത് കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ, പുതിയൊരു കൺസെപ്റ്റ് പഠിച്ചില്ലേ. പ്രോപ്പർ ക്ലാസ് കിട്ടുന്ന ഒരു ഫീലല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ ടൈം ആൻഡ് വർക്കിലെ ഒരു സബ് ടൈപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. എത്ര സബ് ടൈപ്പ് പറഞ്ഞു തന്നു, ഇനിയും ഉണ്ട് ഒരുപാട് പറഞ്ഞു തരാം, ഡോണ്ട് വറി. അപ്പോൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോയിക്കൂടെ. അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്യുന്നതിൽ ഏതാ ആൻസർ, ഇതിന് ആൻസർ ഏതാ കിട്ടിയിരിക്കുന്നത്, 18. ഏതാ ഓപ്ഷൻ, ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ, ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോയിക്കൂടെ, നോക്കാം. അപ്പോൾ നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ നമ്മുടെ സ്ഥിരം ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ SBI ക്ലർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്, അല്ലെങ്കിൽ IBPS ക്ലർക്കിനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ക്വസ്റ്റ്യൻ വായിക്കാം. റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ ക്ലാസ്സീസ് എത്ര വന്നിരിക്കുന്നത്, 5:4 അല്ലേ. അപ്പം ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട് 5:4, നമ്പേഴ്സിൻ്റെ റേഷ്യോ. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ്സീസ് എത്ര വന്നിരിക്കുന്നത്, 63 അല്ലേ.
ഇനി പറയാണ് n cookies were distributed among boys and girls so that each boy gets 2 cookies. ഓരോ ബോയ്ക്കും എത്ര കുക്കി വെച്ച് കിട്ടിയിരിക്കുന്നത്? 2 cookies and each girl get 3 cookies. Find the value of n. വളരെ ഈസി അല്ലേ? ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് വലുതാണ് അല്ലെങ്കിൽ കുറച്ച് ലെങ്തി ആണ്, പക്ഷെ ചെയ്യുന്ന മെത്തേഡ് വളരെ ഈസിയാണ്. നമ്മൾ നോർമൽ വെയ്റ്റഡ് ആവറേജ് ചെയ്തില്ലേ, അതേ മെത്തേഡ് നോക്കിക്കാം. നമുക്ക് തന്നിട്ടുണ്ട് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എത്ര തന്നിരിക്കുന്നത്? പറഞ്ഞേ നിങ്ങൾ 5:4 അല്ലേ തന്നിരിക്കുന്നത്? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ടോട്ടൽ ക്വാണ്ടിറ്റി ഇവിടെ എത്ര തന്നിരിക്കുന്നത്? ടോട്ടൽ ക്വാണ്ടിറ്റിയോ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇവിടെ എത്ര? റേഷ്യോയിൽ എത്ര തന്നിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ 9 യൂണിറ്റ് അല്ലേ? 5 4 9 അല്ലേ? ഈ 9ന്റെ വാല്യൂ അല്ലേ ടോട്ടൽ ആക്ച്വൽ വാല്യൂ തന്നിരിക്കുന്നത്? എത്ര? 63 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 9 യൂണിറ്റിന്റെ വാല്യൂ അല്ലേ നമുക്ക് 63 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര ടൈംസ് ആണ്? 9/7 അല്ലേ? 7 ടൈംസ് അല്ലേ? അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് എത്ര ആയിരിക്കും? ഇൻറ്റു 7 ചെയ്താൽ പോരെ? 7 35 ബോയ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 35 ബോയ്സ് ആണ് ആ ക്ലാസ്സിലുള്ളത്. അങ്ങനെയെങ്കിൽ എത്ര ഗേൾസ് ആണ് ഉള്ളത്? 28 ഗേൾസ് ആണ് ആ ക്ലാസ്സിലുള്ളത്. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? പറഞ്ഞിരിക്കുന്നത് ഓരോ ബോയ്ക്കും 2 കുക്കീസ് വെച്ചല്ലേ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്ര ബോയ്സ് ഉണ്ട്? 35 ബോയ്സ് അല്ലേ? ഓരോ ബോയ്ക്കും 2 കുക്കി വെച്ചാണെങ്കിൽ 35 ബോയ്ക്ക് എത്ര കുക്കി കിട്ടും? 35 × 2. അതേപോലെ ഓരോ ഗേളിനും എത്ര കുക്കി വെച്ചാണ് കിട്ടിയിരിക്കുന്നത്? 3 കുക്കീസ് വെച്ചല്ലേ? അങ്ങനെയെങ്കിൽ 28 ഗേൾസിന് എത്ര കുക്കി കിട്ടണം? 28 × 3 കുക്കീസ് കിട്ടണം. അങ്ങനെയെങ്കിൽ n എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന കുക്കീസ് തന്നെയല്ലേ? അപ്പോൾ എത്ര വരുന്നത്? 70 പ്ലസ് 35 2 എത്ര? 70 പ്ലസ് 28 3 എത്ര? 60 8 3 24 84 അല്ലേ വരുന്നത്. അപ്പോൾ എത്ര വരണം? 154 കുക്കീസ് ആയിരുന്നു ആ ഒരു ക്ലാസ്സിൽ, അല്ലെങ്കിൽ n കുക്കീസ് എന്ന് പറയുന്നത് ടോട്ടൽ 154 കുക്കീസ് ആണ് അവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തത്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി 154 ആണ് നമ്മുടെ ആൻസർ. കാണുമ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എന്ത് എളുപ്പമല്ലേ? കാര്യം പിടികിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വാല്യൂസ് ഒക്കെ മാറ്റി തരത്തിലുള്ളതേ. നിങ്ങൾ ഇത് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾ എക്സാമിന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണല്ലേ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് സുഖമായിട്ട് 35 സ്കോർ ചെയ്യാൻ പറ്റും. പുതിയ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ 4 ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ പോയിരുന്നത്. ഓക്കെ ആണല്ലോ? എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് കണ്ടു നോക്കി. അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? അത്യാവശ്യം വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലേ? വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇത് നിങ്ങൾ ഞെട്ടും. SBI ക്ലർക്കിനൊക്കെ ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ IBPS ക്ലർക്കിന് ടഫ് ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊക്കെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെ ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരു വേരിയബിൾ ഉണ്ട്, അല്ലെങ്കിൽ TRN 2-3 വേരിയബിൾസ് ഉണ്ട്, കാണുമ്പോഴെങ്ങ് സ്കിപ്പ് ചെയ്യും. സ്കിപ്പ് ചെയ്യരുത്. ഇത് മാർക്ക് ആൻഡ് റിവ്യൂ കൊടുത്തിട്ട് നിങ്ങൾ ഒരു റൗണ്ട് സ്കാൻ ചെയ്ത് 35 ക്വസ്റ്റ്യനും സ്കാൻ ചെയ്ത് അതിൽ ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസിനെ തെരഞ്ഞു പിടിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു 2 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്തു തുടങ്ങാം. നോക്കിക്കോ. ഇൻലെറ്റ് പൈപ്പ് A and B can fill a tank in 20 minutes and 30 minutes respectively. പൈപ്പ് C can empty the tank ആണോ ഫിൽ ആണോ പറഞ്ഞിരിക്കുന്നത്? empty അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൈപ്പ് സിക്ക് എത്ര മിനിറ്റ് കൊണ്ട് empty ചെയ്യാൻ പറ്റും? 40 മിനിറ്റ് കൊണ്ട് ഒരു ഫില്ല് ചെയ്തിരിക്കുന്ന ടാങ്കിനെ കംപ്ലീറ്റ് ആയിട്ട് empty ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ ആ ടാങ്കിന്റെ കപ്പാസിറ്റി നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? എന്തെങ്കിലും പാടുണ്ടോ? ഒരു പാടുമില്ല. A എത്ര മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യും? 20 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യും. B ആണെങ്കിലോ 30 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യും. C ആണെങ്കിലോ നിങ്ങൾ പറഞ്ഞേ empty ചെയ്യുമല്ലേ, 40 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? 20ന്റെയും 30ന്റെയും 40ന്റെയും LCM കണ്ടുപിടിച്ചാൽ പോരെ. എത്ര LCM? 120 അല്ലേ? ഇതൊക്കെ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? വളരെ ഈസി അല്ലേ? അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ടഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഹാർഡ് ആവും. അപ്പോൾ ഈ ഒരു പാർട്ടൊക്കെ വളരെ ഈസി ആക്കും, ബാക്കി കാൽക്കുലേഷൻസ് ടഫ് ആക്കി കളയും. അപ്പോൾ ഇതൊക്കെ വളരെ ഈസിയാണ്, പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ പറഞ്ഞ എഫിഷ്യൻസി ഓഫ് പൈപ്പ് എ എത്ര? 6 അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. എഫിഷ്യൻസി ഓഫ് പൈപ്പ് ബി എത്ര? 4 അല്ലേ? എഫിഷ്യൻസി ഓഫ് പൈപ്പ് സി എത്രയാണ്? നിങ്ങൾ പറഞ്ഞേ. ഇത് എന്ത് ടാങ്കാ? empty ചെയ്യുന്ന ടാങ്ക് അല്ലേ? അപ്പോൾ ഫില്ല് ചെയ്യുന്ന ടാങ്കിന്റെ എഫിഷ്യൻസി ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. empty ചെയ്യുന്ന ടാങ്കിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ 120/40 3 3അല്ല, നെഗറ്റീവ് -3 ആയിരിക്കും നമ്മുടെ എഫിഷ്യൻസി ഓഫ് സി എന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ഫോൾ ദ 3 പൈപ്സ് ആർ ഓപ്പൺ, they will fill the tank in together in എത്ര മിനിറ്റ് കൊണ്ടാ? T/R/N, അതായത് T/R/N ഫോമിൽ. എന്ന് പറഞ്ഞാൽ എന്താ? മിക്സഡ് ഫ്രാക്ഷൻ ഫോമിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് they will fill the tank together in T/R/N
മിനിറ്റ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മിനിറ്റ് കൊണ്ട് അവർ ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടി ഇൻറ്റു ആർ മൈനസ് എൻ. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആദ്യം ടോട്ടൽ ഇവർ 3 പേരും കൂടെ ഒന്നിച്ച് ഫില്ല് ചെയ്താൽ എത്ര മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന് കണ്ടുപിടിക്കണ്ടേ? എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ വർക്ക് എത്ര? 120 ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി എത്ര വരും? 6 + 4 - 3. അവിടെയാണ് നിങ്ങൾ എല്ലാവരും തെറ്റിക്കുന്നത്, അശ്രദ്ധ മൂലം തെറ്റിക്കുന്നത്. അവിടെ മൈനസ് ആണ്, മൈനസ് തന്നെ ഇടണം, പ്ലസ് ഇടരുത്, വാല്യൂ മാറും. 120 ഡിവൈഡഡ് ബൈ 6 × 4 10, 10 - 3 എത്ര വരും? 7 വരും. എങ്ങനെ ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞേ? മിക്സഡ് ഫ്രാക്ഷനിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇതാ ബേസിക് ആയിട്ട്, ഇതൊന്നും അറിയാത്തൊരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ എഴുതി കാണിക്കുന്നത്. ആദ്യം 7 12 എത്ര ടൈംസ് അടങ്ങും? 1 ടൈംസ് അല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാം എത്ര ടൈംസാ? 50 അല്ലേ ഇത് വരുന്നത്. ബാക്കി 50-നകത്ത് 7 എത്ര ടൈംസ് അടങ്ങും? പറഞ്ഞേ. 7 7 49 അല്ലേ? 49 അല്ലേ? റിമൈൻഡർ ഇവിടെ എത്ര വന്നിരിക്കുന്നത്? 1 അല്ലേ? അപ്പോൾ ഇതിന്റെ മിക്സഡ് ഫ്രാക്ഷൻ ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? അവനെ നമ്മൾ ഡിവൈസർ എന്ന് പറയും, അവനെ നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതി. ഇവിടെ കോഷ്യന്റ് ആരാ? 17 അല്ലേ? ആ 17നെ നമ്മൾ ഇവിടെ എഴുതി. ആൻഡ് ആരാ റിമൈൻഡർ? ആ 1നെ നമ്മൾ മേളിൽ എഴുതി. ഓക്കെ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ 17 7 ഇതിനെങ്ങനെ നോർമൽ ഫോമിലോട്ട് എങ്ങനെയാണ് മാറ്റുന്നത്? 17 × 7 + 1 എന്നല്ലേ നമ്മൾ നോർമൽ ഫോമിലോട്ട് എഴുതുന്നത്. അപ്പൊ കാര്യം മനസ്സിലായില്ലേ? എങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫ്രാക്ഷനെ അല്ലെങ്കിൽ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ എങ്ങനെ ആ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന്റെ നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷനിൽ മിക്സഡ് ഫ്രാക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിംപ്ലിഫിക്കേഷൻ്റെ ഒരു ടോപ്പിക് ഉണ്ട്. അത് കാര്യം നമ്മുടെ RRB ക്ലർക്ക് അല്ലെങ്കിൽ ക്ലറിക്കൽ ലെവൽ എല്ലാ എക്സാമിനും മിക്സഡ് ഫ്രാക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. അത് ചെയ്യുന്ന ഒരു ടെക്നിക് ഉണ്ട്. അതിനകത്ത് തന്നെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന അല്ലെങ്കിൽ നമ്മളെ തെറ്റിക്കുന്ന ഒരു ചെറിയൊരു പാർട്ട് ഉണ്ട്. അതിൻ്റെയൊക്കെ ഡെപ്തിലുള്ള ക്ലാസ് ഞാൻ എടുത്തുതരാം. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമ്മുടെ ദിശ അക്കാഡമിയുടെ ലേണിംഗ് ആപ്പിൽ അതിൻ്റെ കംപ്ലീറ്റ് ഓൺലൈൻ ക്ലാസ് പോകുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ അതിലും ആ ഒരു കൺസെപ്റ്റ് വളരെ ഡെപ്തിൽ 1 മണിക്കൂറിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കിത് ചെയ്യാം. നോക്കിക്കോ. ഇനി നമ്മൾ ഇവനെ ആരുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു വേരിയബിൾ ഫോമായിട്ട് കമ്പയർ ചെയ്യണ്ടേ? ഈ 17 and 1/7 നമുക്ക് തന്നിരിക്കുന്ന ഫോം എന്താ? T and R/n എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ ടിയുടെ വാല്യൂ ഇവിടെ എത്ര കിട്ടിയിരിക്കുന്നത്? 17 അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ആറിന്റെ വാല്യൂ ഇവിടെ എത്ര കിട്ടിയിരിക്കുന്നത്? 1 അല്ലേ? അതിലും ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. എന്നിന്റെ വാല്യൂ ഇവിടെ എത്ര കിട്ടിയിരിക്കുന്നത്? 7 അല്ലേ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒന്നേ ഉള്ളൂ. എന്താ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞേ. കണ്ടുപിടിക്കേണ്ടത് T × R - n അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ടിയുടെ വാല്യൂ എത്ര? 17 × ആറിന്റെ വാല്യൂ എത്ര? 1 അല്ലേ? മൈനസ് എന്നിന്റെ വാല്യൂ എത്ര? 7 അല്ലേ? എത്ര വരും? 17 - 7 എന്ന് പറഞ്ഞാൽ എത്ര വരും? 10 ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറഞ്ഞത്? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എവിടെ? നിങ്ങൾ ഉറക്കെ പറഞ്ഞേ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ കാണുമ്പോൾ ക്വസ്റ്റ്യൻ എന്താ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നിങ്ങൾക്ക് മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്തെങ്കിലും പാടുണ്ടോ ഈ ക്വസ്റ്റ്യൻ? ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ക്ലറിക്കൽ ലെവൽ ഹാർഡസ്റ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരുവിധം മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് അറിയാമല്ലോ. ഇപ്പോഴത്തെ സിസ്റ്റം ഒക്കെ അറിയത്തില്ലേ? QA നല്ല ടഫായിരുന്നു കഴിഞ്ഞ 2 എക്സാമിനും, SBI POയ്ക്കും IBPS POയ്ക്കും. അപ്പം അതേ പാറ്റേൺ പ്രതീക്ഷിക്കാം. ക്ലറിക്കൽ ലെവലിൽ ടഫായിട്ട് വരാൻ ചാൻസ് ഉള്ള അത്രയും ലെവൽ ടഫായിരിക്കും. അപ്പോൾ അവിടെ വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നല്ല രീതിയിൽ നോട്ട് ചെയ്യുക, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല കൺസെപ്റ്റ് ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇനി ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ട്. DA സീരീസ് വരാറുണ്ട്. കേസിലെറ്റ് DS എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആണെന്നൊരു ഫീഡ്ബാക്ക് കിട്ടി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യലായിട്ട് ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊരു പ്രോപ്പർ നോട്ട് ഇതിനു വേണ്ടി ഫോളോ ചെയ്യുക. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക, ആൻസർ എഴുതിയെടുക്കുക. എക്സ്ട്രാ ഒരുപാട് കൺസെപ്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പല മാർക്കർ അല്ലെങ്കിൽ ഇങ്ക് ഒക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് വർക്കൗട്ട് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഇനി സമയങ്ങളില്ല, ഒട്ടും സമയമില്ല. ഓരോ ദിവസം വിലപ്പെട്ടതാണ്. 10 ദിവസമുണ്ട് നമ്മുടെ മുന്നിൽ SBI ക്ലർക്കിന് വേണ്ടി. നല്ല രീതിയിൽ മോക്ക് എഴുതുക, നല്ല രീതിയിൽ പഠിക്കുക, ഉഷാറായിട്ടിരിക്കുക. എല്ലാ ഓണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ലേസി മോഡിലോട്ട് മാറും. ഞാൻ എഗെയിൻ പറയാണ്, എല്ലാ വർഷവും ഓണമുണ്ട്, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. എല്ലാ വർഷവും നമുക്ക് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാം. ജോലി മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവരും നല്ലപോലെ പഠിക്കുക. താങ്ക് യു സോ മച്ച്.